السلام عليكم. وعليكم السلام ورحمة الله. السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. جزاك الله خير يا ألفية. تبارك الله فيك. ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഈ ഓൺലൈൻ പഠന പരമ്പരയുടെ ഒരുപാട് എപ്പിസോഡുകൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന പരമ്പരയിൽ ഇത് മൂന്നാമത്തേതാണ്. സഹോദരൻ ജലീൽ കോലാത്താണ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരിപാടി അവതരിപ്പിക്കാനായി സഹോദരൻ ജലീൽ സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അവന്റെ ജന്നാത്തിൽ സംഗമിക്കുവാൻ യോഗ്യത നേടുന്ന സച്ചരിതരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും പുതിയ ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ആധാരമാക്കി നടത്തുന്ന ഏഴാമത്തേതാണ് ഈ മീറ്റ് എന്ന് മനസ്സിലാക്കണം. ഈ ടോപ്പിക്കിൽ വരുന്ന മൂന്നാമത്തേതുമാണ്. അതായത് സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്ന ടോപ്പിക്കിൽ വരുന്നത് മൂന്നാമത്തേതാണ്. എന്നാൽ ഈ സബ്ജക്റ്റിൽ ഇത് ഏഴാമത്തേതും. ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരിൽ മൂന്നാമത്തെ വ്യക്തിയുമാണ് ഞാൻ. ഇരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചർച്ച ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിലേറെ സമയമെടുത്തുകൊണ്ട് നാം അത് ചർച്ച ചെയ്തു. പക്ഷേ എങ്കിൽ പോലും അത് പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ചില സ്പാർക്കുകൾ ഇടുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ
ചിന്താശേഷിയുള്ള നമ്മുടെ യുവാക്കൾ ആ വിഷയം വികസിപ്പിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും സോഷ്യൽ മീഡിയകളിൽ കാണുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യണം. അത്തരമൊരു ഉത്തരവാദിത്തം നമ്മുടെ യുവാക്കൾ ഏറ്റെടുക്കണം. അതിന് നമ്മുടെ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നാം 2 വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ചില സമയത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടും ഇനി നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നീണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മറ്റു ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും ചില എൻഗേജ്മെന്റ് ഉള്ളത് കൊണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് എപ്പോഴാണോ തീരുക അപ്പോൾ നമ്മൾ നിർത്തുകയും ചെയ്യാൻ ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയയിൽ നിരീശ്വരവാദികളും സർവ മതസത്യവാദികളുമൊക്കെ അവരുടെ ഇഷ്ടഭോജ്യമായി കൊണ്ട് നടക്കുന്ന ഒരു വിഷയമാണ്. അത് മറ്റൊന്നുമല്ല, സാലിം എന്ന പ്രായപൂർത്തിയായ യുവാവിന് മുലയൂട്ടുവാൻ പ്രവാചകൻ പറഞ്ഞു. ഇതെത്ര അശ്ലീലമാണ് എന്നുള്ളതാണ് ഈ ആളുകളൊക്കെ പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു ഹദീസ്. അപ്പോൾ ഈ മുലയൂട്ടുക, സ്തന്യം നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെ ഇസ്ലാമിന്റെ നിയാമകത്വം, ഇസ്ലാമിക വിധി എന്താണ് ഈ വിഷയത്തിൽ എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറയാനുള്ള കാരണം, ഈ വിഷയം ഒരു സുന്നത്ത് നിഷേധിയുമായി ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുൻപ് സംവദിച്ചപ്പോൾ സംസാരമധ്യേ അദ്ദേഹം പറഞ്ഞു, ഇത് ഖുർആൻ വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. സ്തന്യം നൽകുക, ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അത്ഭുതമായി ഞാൻ അദ്ദേഹത്തിന് ആയത്ത് ചൊല്ലിക്കേൾപ്പിച്ചു ഖുർആനിലുള്ള. അത് കേട്ട മാത്രയിൽ പിന്നീട് ആ വ്യക്തി ഒന്നും സംസാരിക്കാതെ പോവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണ് വിഷയങ്ങളിലൊക്കെ പറയുന്നത് എന്ന പ്രാഥമിക ധാരണ പോലും ഇല്ലാതെയാണ് ഇത്തരം നിയമങ്ങൾ അവർ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എന്നാണ് അന്ന് മനസ്സിലായത്. ആയതുകൊണ്ട് തന്നെ സ്തന്യപാനത്തിലൂടെയുള്ള ബന്ധം എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് എന്നുള്ളതിന് സൂറത്ത് നിസാഇന്റെ 23-ാമത്തെ വാക്യമുണ്ട്. ഈ വാക്യം പരാമർശിക്കുന്നത് വിവാഹം ചെയ്യൽ നിഷിദ്ധമായ സ്ത്രീകൾ ആരൊക്കെയാണ് എന്നാണ് ഈ വാക്യത്തിൽ പരാമർശിക്കുന്നത്. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖവാത്തുക്കും എന്ന് തുടങ്ങുന്ന ഈ വാക്യം. നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങളുടെ മക്കൾ, ഇവരൊക്കെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വാക്യത്തിൽ പറയുന്ന മറ്റൊരു വാക്കാണ് വ ഉമ്മഹാത്തുക്കും ഉല്ലാത്തി അർദഅനക്കും വ അഖവാത്തുക്കും മിനർ റദാഅ. മുലകുടി ബന്ധത്തിലൂടെയുള്ള, സ്തന്യപാന ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ മാതാക്കളും നിങ്ങൾക്ക് നിഷിദ്ധമായവരിൽപ്പെട്ടവരാണ്. വ അഖവാത്തുക്കും മിനർ റദാഅ. സ്തന്യപാന ബന്ധത്തിലൂടെയുള്ള നിങ്ങളുടെ സഹോദരിമാരും നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അഥവാ ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റേതെങ്കിലും ഒരു ശിശുവിന് ഇസ്ലാമിക നിയമപ്രകാരം 5 പ്രാവശ്യം തന്റെ സ്തന്യം നുകർന്നു നൽകിയാൽ, തന്റെ സ്തന്യം നൽകിയാൽ, ഏതു വിധത്തിൽ ആ ശിശുവിന്, ആ ബേബിക്ക് അത് വിശപ്പിന് പരിഹാരമാകുന്ന നിലക്ക്, അല്ലെങ്കിൽ ആ ബേബിയുടെ ശാരീരിക അവയവങ്ങളുടെ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുന്ന നിലയിൽ ചുരുങ്ങിയത് 5 പ്രാവശ്യം ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കഴിഞ്ഞാൽ ആ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ ഫോസ്റ്റർ മദർ എന്ന് പറയും. സ്തന്യത്തിലൂടെ ഉണ്ടാകുന്ന മാതാവായിട്ട് കണക്ക് കൂട്ടും. ഈ സ്ത്രീ ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, കേവലം മുലപ്പാൽ നൽകിയിട്ടേ ഉള്ളൂ. എങ്കിൽ കൂടി ഈ സ്ത്രീയുടെ സ്തന്യപാനത്തിലൂടെയുള്ള കുട്ടിയായിട്ട് കണക്ക് കൂട്ടും, ഈ സ്ത്രീയെ മാതാവായിട്ടും കണക്ക് കൂട്ടും. അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ ജനനം നൽകിയ മറ്റു കുട്ടികൾ,
ഈ സ്ത്രീയുടെ സ്വന്തം ജനനം നൽകിയ മറ്റു കുട്ടികളെ ഈ കുട്ടിയുടെ ഈ മുലപ്പാൽ കുടിച്ച സ്തന്യം നുകർന്ന കുട്ടിയുടെ ഫോസ്റ്റർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടും. സ്തന്യപാന ബന്ധത്തിലൂടെയുള്ള സഹോദരി സഹോദരന്മാരായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്തന്യപാന ബന്ധത്തിലൂടെ സ്ഥാപിതമായ ഈ സഹോദരി സഹോദരന്മാർ തമ്മിൽ പിന്നീട് വിവാഹം പാടില്ലാത്തതുമാണ്, നിഷിദ്ധവുമാണ്. ഇതാണ് ഇസ്ലാമിൽ ഈ വിഷയത്തിലുള്ള നിയമം. മാത്രവുമല്ല, ഇത്തരം ഒരു സ്തന്യപാന ബന്ധത്തിലൂടെയുള്ള ഈ ബന്ധം സ്ഥാപിതമാകണമെങ്കിൽ ഈ സ്തന്യപാനം എന്നെങ്കിലും നടന്നാൽ പോരാ. ഒരു 20 വയസ്സുള്ള യുവാവായ വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സ്തന്യം ഏതെങ്കിലും രൂപത്തിൽ 5 5-ലേറെയോ തവണയോ കുടിച്ചാൽ അത് സ്തന്യപാന ബന്ധം അവിടെ രൂപപ്പെടുകയില്ല. അതൊരു പാത്രത്തിലെടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായാൽ പോലും അത് രൂപപ്പെടുകയില്ല. കാരണം അതിനും ഖുർആൻ നിയമം പറഞ്ഞിട്ടുണ്ട്, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ. മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് 2 വർഷം, അവരുടെ ജനനം തൊട്ടുള്ള 2 വർഷമാണ് ഹൗലൈനി കാമിലൈൻ, 2 വർഷമാണ് സ്തന്യം നൽകേണ്ടത്. ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, ഈ സ്തന്യപാനം പൂർണമായ തോതിൽ നൽകുവാൻ ആഗ്രഹിക്കുന്ന മാതാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ 2 വർഷം. അപ്പോൾ കുട്ടികളുടെ സ്തന്യപാന കാലാവധി എന്ന് പറയുന്നത് ഇസ്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് അവരുടെ ജനനം മുതൽ 2 വർഷമാണ്. ഈ പ്രായത്തിലായിരിക്കണം ഇങ്ങനെ സ്തന്യം നുകർന്നത്. ഇങ്ങനെ നുകർന്നിട്ടുള്ള കുട്ടികൾക്കും ആ മാതാപിതാക്കൾക്കും അവർ ജനനം നൽകിയ കുട്ടികൾക്കുമൊക്കെ ഇപ്പറയപ്പെട്ട വിധത്തിലുള്ള ബന്ധം രൂപപ്പെടും. അങ്ങനെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, യഹ്റുമുർ റദാഅ മാ യഹ്റുമു മിനൻ നസ്ൽ. അതായത് ഇപ്രകാരം മുലകുടി ബന്ധത്തിലൂടെ സ്ഥാപിതമായ ബന്ധം രക്തബന്ധത്തിലൂടെ എന്തെല്ലാം നിഷിദ്ധമാക്കുന്നുവോ, അതൊക്കെയും ഈ സ്തന്യപാന ബന്ധത്തിലൂടെയും നിഷിദ്ധമാകും. ഇതാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. ഈ വിഷയം നമ്മൾ ആമുഖമായി ധരിച്ചിരിക്കേണ്ടതാണ്. ഇനിയാണ് നമ്മൾ ഈ വിമർശിക്കപ്പെടുന്ന ഹദീസിലേക്ക് ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിമർശിക്കപ്പെടുന്ന ഹദീസിൽ എന്താണ് പറയുന്നത്, ഈ ഹദീസ് ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സർവമത സത്യവാദിയായ വ്യക്തി പറയുന്നത് പോലെ ഇമാം ബുഖാരി മുസ്ലിം മാത്രമൊന്നുമല്ല റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 99% ഹദീസ് റിപ്പോർട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഹദീസ്. അപ്പോൾ ഈ ഹദീസ് അതിന്റെ ഒരു ചെറിയ രൂപം ഇവിടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ഹദീസിൽ പരാമർശിക്കപ്പെടുന്നത് ഒന്ന് സഹലയാണ്, അതുപോലെ മറ്റൊന്ന് സഹലയുടെ ഭർത്താവ് അബൂ ഹുദൈഫയാണ്, അതുപോലെ മറ്റൊന്ന് ഈ പറയപ്പെടുന്ന സാലിം എന്ന യുവാവാണ്. അപ്പോൾ സഹല പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന സാലിമൻ ഖദ് ബലഗ മാ യബ്ലുഗുർ റിജാൽ വ അഖല മാ അഖലു. അതായത് ഈ സാലിം എന്ന വ്യക്തി പ്രായപൂർത്തി ആയിട്ടുണ്ട്. സാധാരണ പുരുഷന്മാർക്ക് മനസ്സിലാകുന്ന സ്വകാര്യതയെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പ്രായത്തിലേക്ക് എത്തിയ ഒരു യുവാവായ വ്യക്തിയാണ് ഈ സാലിം. ആയതുകൊണ്ട് തന്നെ ഈ സാലിം ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസം, വീട്ടിൽ ഇങ്ങനെ പ്രവേശിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സാലിമിന് ചില ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആയതുകൊണ്ട് അതിനൊരു പരിഹാരം എനിക്ക് നിർദ്ദേശിക്കൂ പ്രവാചക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിൽ കാണാം പ്രവാചകൻ നിർദ്ദേശിക്കുന്ന പരിഹാരം, അർദിഈഹി ഫതഹ്റുമി. അർദിഈഹി, നീ അവന് മുലയൂട്ടുക, സ്തന്യം നൽകുക, അവന് നീ മുലപ്പാൽ നൽകുക. തഹ്റുമി, അങ്ങനെ ഈ ആദ്യം പറഞ്ഞതുപോലുള്ള നിഷിദ്ധമായ ബന്ധം, ഈ വിവാഹം നിഷിദ്ധമാകുന്ന ബന്ധം സ്ഥാപിതമാകും.
നീ അങ്ങനെ ചെയ്യുക എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാണ്. ഈ ഹദീസ് ഇങ്ങനെ തന്നെ റിപ്പോർട്ടുണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ടിൽ ശരിയാണ്. ഇത് കേൾക്കുന്ന മാത്രകൾ കേൾക്കുന്ന ആൾക്കും പ്രാഥമികമായ ഒരു ശ്രവണത്തിൽ തന്നെ തോന്നി എന്താണിത്. അതുകൊണ്ടാണ് ഈ സംഗതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ള പശ്ചാത്തലം, ഇത് സംബന്ധമായി വന്ന മറ്റു റിപ്പോർട്ടുകൾ ഇവയൊക്കെയും ചേർത്തു വച്ചിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ സാലിം ആരായിരുന്നു? സാലിമും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ള വസ്തുതകൾ നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സർവ വേദസത്യവാദിയായ ഈ മൗലവി ഇത് വളരെ അശ്ലീലമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സാലിമുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള സംഗതികൾ നാം അന്വേഷിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം എന്താണ് ഇത് സംബന്ധമായി പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയം നമുക്ക് തുടരാം. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ബാബുറുള്ള മുലകുടി ബന്ധത്തെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ്. ഉമ്മു ഹുദൈഫ എന്ന് പറയുന്ന അബൂ ഹുദൈഫയുടെ ഭാര്യ, അവർ വന്നു പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, എന്റെ വീട്ടിൽ സാലിം എന്ന് പറയുന്ന ഒരു പരിചാരകനുണ്ട്. അവനിപ്പോൾ യുവാവാണ്, വലിയ മനുഷ്യനാണ്. അവൻ ചെറുതിലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നവനാണ്. എന്റെ സ്വകാര്യ റൂമിൽ ഞാൻ വിശ്രമിക്കുമ്പോഴും മറ്റും അവൻ എന്റെ റൂമിലേക്ക് കടന്നു വരും. ഇതെന്റെ ഭർത്താവിന് അതൃപ്തി ഉണ്ടാക്കുന്നു, എന്റെ ഭർത്താവിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നു, അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അവനാണെങ്കിൽ ഇല്ലാതെ എനിക്കൊട്ട് വയ്യദാനം. ഇങ്ങനെയുള്ള ഈ സാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അന്യനാണ്, പക്ഷേ എനിക്ക് അവൻ അനിവാര്യമാണ്. അവൻ എന്റെ വീട്ടിൽ ഇങ്ങനെ വന്നു പോകുമ്പോൾ എന്റെ ഭർത്താവിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഉമ്മു ഹുദൈഫ സ്വാഭാവികമായും പ്രവാചകൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അബൂ ഹുദൈഫയെ പ്രവാചകൻ ഉപദേശിക്കാനോ മറ്റോ ആയിരിക്കണം. അത് ഞാൻ പറയുകയാണ്. ബുഖാരി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹുദൈഫയോട് പറഞ്ഞു, മറ്റൊന്നും ആലോചിക്കാതെ പറഞ്ഞു, അവന് നീ മുലയൂട്ടണം. അർദിഈഹി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ആ ഹദീസിലുള്ളത്. അർദിഈഹി, അവനെ നീ മുലയൂട്ടണം എന്ന് പറഞ്ഞു. ഉമ്മു ഹുദൈഫയ്ക്ക് കാര്യം മനസ്സിലായില്ല. താൻ കേട്ടത് തെറ്റാണോ എന്ന് അവർ വിചാരിച്ചു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, വഹുവ റജുലുൻ കബീർ, അവൻ വലിയ മനുഷ്യനാണ്, അവൻ യുവാവാണ്, വലിയ ആളാണ്, നിങ്ങൾ എന്താ പറയണത് എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. പ്രവാചകൻ ഫതബസ്സമ റസൂലുള്ളാഹ്, പ്രവാചകൻ ചിരിച്ചു. ഹദീസിലുള്ളത്, ബുഖാരിയിലുള്ളത്, മുസ്ലിമിലുള്ളത്. പ്രവാചകൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം അവൻ വലിയ മനുഷ്യനാണെന്ന്, സാരില്ല, നീ മുലകൊടുത്തോളാം, എന്നാൽ അവൻ നിന്റെ മകനാകും. ഇടയ്ക്ക് ഇടപെടരുത് പ്ലീസ്. ഈ സമൂഹം ഇടയ്ക്ക് ഇടപെടരുത്. ഇവിടെ പ്രഭാഷണം കേട്ടതിന് ശേഷം അവസാനം നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് തരും, അതിൽ എഴുതി ചോദിക്കാം. ഇടയ്ക്ക് ഇടപെടരുത് എന്നുള്ളത് ഈ പ്രഭാഷണത്തിന്റെ ഒരു പൊതുമര്യാദയാണ്. ആ മര്യാദ പാലിക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ പ്ലീസ്. അങ്ങനെ അനുവദിക്കാൻ സാധ്യമല്ല. ഇടയ്ക്ക് ഇടപെടരുത്. അവസാനം നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ഇടപെടാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഇടപെടാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അവസാനം ചോദിക്കാം. നിങ്ങൾ പ്ലീസ് അവിടെ ഇരിക്കുക. നിങ്ങളുടെ ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയുന്നതല്ല. നിങ്ങൾ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നത് കേൾക്കാൻ ഇപ്പൊ സമയമില്ല. നിങ്ങൾക്ക് അവസാനം ഇടപെടാം. നിങ്ങൾ അവിടെ ഇരിക്കുക. നിങ്ങൾ അവിടെ ഇരിക്കും പ്ലീസ്. ഞാൻ പറയുന്നത് നിങ്ങൾ വികാരം കൊണ്ട് സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇടപെടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമെങ്കിൽ പുറത്തു പോകാം. നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ അവിടെ ഇരിക്കും പ്ലീസ്. ഒരു സദസ്സിന്റെ മര്യാദ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പ്ലീസ് ഇരിക്കണം. നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ ഇപ്പോൾ മനസ്സില്ല. നിങ്ങൾക്ക് അവസാനം ചോദിക്കാം. നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. നിങ്ങൾ
കേട്ട് കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ആ ചോദ്യം ചോദിച്ച സഹോദരൻ ചോദിക്കുന്നുണ്ട്, ഇതിന്ന് ഇസ്ലാമിക സമൂഹം ഒരു തത്വമായി കൊണ്ട് നടക്കുന്ന സംഗതിയാണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇസ്ലാമിക സമൂഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണോ? അല്ലെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത്തരം സംഗതികൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ശൈഥില്യം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് തനിക്കുള്ള സീറ്റ് ഉറപ്പിക്കുക എന്ന് തുടങ്ങിയ ഹീനമായ ഒരു ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. ഇതെന്താണെന്ന് നമ്മൾ വിശദീകരിക്കും കേട്ടോ, കൃത്യമായി വിശദീകരിക്കും. ഇവിടെ ഇങ്ങനെ സമൂഹത്തിൽ ഛിദ്രതയും ശൈഥില്യവും സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് കയറിപ്പറ്റാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള ഡിവൈഡ് ആൻഡ് റൂൾ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട് എന്ന് ഞാൻ ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹം ഇത് പറഞ്ഞു പോയ സമയത്ത് യഹൂദന്മാരുടെ ഒരു പണിയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. യഹൂദന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് കിതാബിലുള്ളതൊക്കെ പറയും, പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ നാവ് വളച്ചൊടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുക. അതിന് യുഹർറിഫൂനൽ കെലിമ അം മവാദിഇഹി എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. യുഹർറിഫൂനൽ കെലിമ, പദങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്നും തെറ്റിക്കുക, അല്ലെങ്കിൽ അതിന് അർത്ഥം പറയുമ്പോൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന വിധത്തിൽ അർത്ഥകൽപ്പന നടത്തുക. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ രണ്ട് സംഗതി ആ ക്ലിപ്പിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് പറഞ്ഞത് ഈ സാലിം ഒരു പരിചാരകനാണ്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് സാലിം ഒരു അന്യപുരുഷനാണ് റസൂലെ. ഈ അന്യപുരുഷൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ അബൂ ഹുദൈഫയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ സാലിം ഒരു അന്യപുരുഷനായിരുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ തെറ്റായ അസത്യമായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് ഇത് കള്ളമാണ് ഈ പറയുന്നത്. സാലിം അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? ഇതേ ഹദീസ് തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് തബന്ന സാലിമൻ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്തിനാണ് നമ്മൾ ഈ അസത്യം പറഞ്ഞ് നമ്മുടെ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമുക്ക് സത്യം പറയുക. തബന്ന സാലിമൻ, സാലിമിനെ അബൂ ഹുദൈഫ ദത്തെടുത്തിരുന്നു. ദത്ത് പുത്രനായി അവർ ദത്തെടുത്ത, വളരെ ചെറുപ്പത്തിൽ തന്നെ ദത്തെടുത്ത പുത്രനാണ് ഈ സാലിം. എന്നിട്ട് ഈ ബുഖാരിയുടെ ഹദീസിൽ തന്നെ ഉണ്ട് കമാ തബന്നൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദൻ. സയ്യിദ് ഇബ്നു ഹാരിസയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തെടുത്തതുപോലെ സാലിമിനെ ഇവർ അബൂ ഹുദൈഫ സഹല ദമ്പതികൾ ചെറുപ്പത്തിലെ തന്നെ ദത്തെടുത്തിരുന്ന തങ്ങളുടെ ദത്തുപുത്രനായിരുന്നു ആര്? സാലിം. കേവലം അന്യനായ ഒരു കുഞ്ഞായിരുന്നില്ല, ദത്തുപുത്രനായി ചെറുപ്പത്തിലെ തന്നെ ഇവരുടെ അടുത്ത് വളർന്ന് വലുതായ ഒരു വ്യക്തിയാണിത്. ഇതേ സംഭവം തന്നെയാണ് ഇതേ സഹല പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുന്നതും. എന്താ? ഇതും ഹദീസിലുണ്ട്. ഇതും ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കേൾക്കൂ. ഇന്നാ കുന്നാ നറാ സാലിമൻ വലദൻ വഖദ് അൻസലല്ലാഹു ഫീഹി മാ ഖദ് അലിംത. ഞങ്ങൾ സാലിമിനെ ഞങ്ങളുടെ കുട്ടിയായി, ഞങ്ങളുടെ മകനായി ഗണിച്ചു പോന്നിരുന്നു. കാരണം ഞങ്ങൾ ദത്തെടുത്തതാണല്ലോ. അങ്ങനെ ഞങ്ങൾ മകനായി ഗണിച്ചു പോന്നപ്പോൾ വഖദ് അൻസലല്ലാഹു ഫീഹി മാ ഖദ് അലിംത, അള്ളാഹു പ്രവാചകരെ താങ്കൾക്ക് അറിയുന്ന വിധത്തിൽ അള്ളാഹു നിയമം അവതരിപ്പിച്ചു. താങ്കൾക്കറിയാമല്ലോ, അള്ളാഹു നിയമം അവതരിപ്പിച്ചു. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുകയാണ്. ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് എന്താണ് ഈ പറയുന്നത്? ഏതോ ഒരായത്ത് എന്താണെന്ന് നമ്മൾ പറയും. ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് വരെ സാലിം, സഹല, അബൂ ഹുദൈഫ ഇവർ മാതാപിതാക്കളും ഇവരുടെ സന്താനമായി സാലിം അവരുടെ കുടുംബത്തിൽ ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ സസുഖം വാണുകൊണ്ട് ഇരിക്കുകയാണ്, ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രശ്നവുമില്ല. സാലിം അവരുടെ മകനാണ്. അവരുടെ കിടപ്പുമുറിയിൽ അവരുടെ എല്ലാ സ്വകാര്യതകളിലും
പ്രവേശിക്കാൻ അനുവാദമുള്ള സ്വന്തം മകനാണല്ലോ. ദത്തുപുത്രൻ മകനായിട്ടാണ് ജാഹിലി കാലഘട്ടത്തിൽ കണക്കുകൂട്ടിയിരുന്നത്. അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോഴും അവരോടൊപ്പം സാലിമുണ്ട്. അങ്ങനെ ഇവർ മകനായി കണക്കുകൂട്ടിയിരിക്കെയാണ് സൂറത്തുൽ അഹ്സാബിൽ 4-5 വാക്യങ്ങൾ അവതരിക്കുന്നത്. എന്താണ് ആ വാക്യങ്ങൾ? വമാ ജഅല അദ്ഇയാഅക്കും, അതാണ് ഇവിടെ ഖിറാഅത്ത് റിസൈറ്റ് ചെയ്തപ്പോൾ ഓതിയ ആയത്തുകൾ. അതാണ് സൂറത്തുൽ അഹ്സാബിലെ 4-5 വാക്യങ്ങളാണ് ഓതിയത്. വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും ദാലികും ഖൗലുകും ബിഅഫ്വാഹികും ഉദ്ഉഹും ലിആബാഇഹിം ഹുവ ഖിസ്സത്തു ഇൻദല്ലാഹ്. ആയത്ത് അവതരിച്ചു. നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ മക്കളല്ല. ഇന്നു മുതൽ നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ മക്കളായി കണക്കാക്കാവതല്ല. ദാലികും ഖൗലുകും ബിഅഫ്വാഹികും, അത് നിങ്ങളുടെ അധര വ്യായാമം മാത്രമാണ്. ഇനിമേൽ അങ്ങനെ പറഞ്ഞുകൂടാ. അത്തരം ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല. എന്നിട്ട് പറഞ്ഞു ഉദ്ഉഹും ലിആബാഇഹിം ഹുവ ഖിസ്സത്തു ഇൻദല്ലാഹ്. ഇനി നിങ്ങൾ അവരെ അവരുടെ യഥാർത്ഥ പിതാവിലേക്ക് ചേർത്ത് പറയണം. അപ്പോൾ ഒരുപക്ഷെ അവരുടെ യഥാർത്ഥ ഈ മാതാപിതാക്കളെ അറിയില്ലായിരിക്കാം. അങ്ങനെ അറിയാതെ വന്നു കഴിഞ്ഞാൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ വമവാലികും, അവർ നിങ്ങളുടെ ദീനിലെ ആദർശത്തിലെ സഹോദരന്മാരാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളുമാണ്. അങ്ങനെ കണക്ക് കൂട്ടണം അവരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അവതരിച്ചപ്പോൾ, അതായത് ഇത് ഒരു പകലിനാണ് അവതരിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സാലിം അബൂ ഹുദൈഫ സഹല ദമ്പതിമാരുടെ മകനായിരുന്നു. രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഏതാനും ചില യാമങ്ങൾ കൊണ്ട് മകനായിരുന്ന സാലിം മകനല്ലാതായി തീരുകയാണ്. ഇങ്ങനെ മകനല്ലാതായി തീർന്നപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നമുണ്ടായി. അബൂ ഹുദൈഫക്ക് ഈ മകനല്ലാതായി തീർന്ന വ്യക്തി പിന്നീട് വരുമ്പോൾ ഇത് പർദ്ദ ആചരിക്കേണ്ടതുണ്ടോ, ഹിജാബ് ആചരിക്കേണ്ടതുണ്ടോ എന്ന ഒരു ആശയത്തിൽ ചില നീരസങ്ങൾ ഉണ്ടായി. ഇത് സഹലക്കും ഉണ്ടായിട്ടുണ്ട്. സാലിമിനെ തന്റെ മകനായി ഇനിയും കണക്ക് കൂട്ടുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അത് ഖുർആൻ ആയത്തിന് വിരുദ്ധമാകും. അതേ സമയത്ത് ഇനി താൻ ഈ ഖുർആൻ ആയത്തനുസരിച്ചുകൊണ്ട് ജീവിച്ചാലോ ഈ തന്റെ മകനെ തള്ളിക്കളയുകയും ചെയ്യേണ്ടി വരും. ഇത്തരം ഒരു ഡിലമ്മയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ഒരു ധർമ്മ സങ്കടത്തിൽ എത്തിപ്പെട്ട ഈ കുടുംബത്തിന്, ഇതിൽ വിശേഷിച്ചും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് മദറിനായിരിക്കുമല്ലോ സ്വാഭാവികമായും. ഈ മാതാവ് ഒരു പരിഹാരാർത്ഥം പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് ഈ സഹല പറഞ്ഞത്, യാ റസൂലല്ലാഹ്, താങ്കൾ അറിയുന്നുണ്ടല്ലോ ഞങ്ങൾ സാലിമിനെ ഞങ്ങളുടെ മകനായിട്ടാണ് കണ്ടിരുന്നത്. വഖദ് അൻസലല്ലാഹു ഫീഹി മാ ഖദ് അലിംത്, അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരവെയാണ് അള്ളാഹുവിന്റെ ഈ നിയമം അവതരിക്കുന്നത്. ആയതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ആലോചിച്ചു നോക്കുക, ഒരു മാതൃഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആ മാതാവിനോട് പറഞ്ഞു, അർലിഹി ഫതഹ്റുമി, അതെ, നീ അവന് സ്തന്യം നൽകുക. അങ്ങനെ നീ മുലപ്പാൽ നൽകുന്നതിലൂടെ നാം ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള നിഷിദ്ധമായ ബന്ധം അവിടെ രൂപപ്പെടുകയും അങ്ങനെ സാലിം നിങ്ങൾക്ക് ഹലാലായി നിങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങുവാൻ ഹലാലായ വ്യക്തിയായി രൂപപ്പെടുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആദ്യം പറഞ്ഞു വച്ച അടിസ്ഥാനത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ വരുന്നില്ലേ എന്ന്. അത് നമ്മൾ പിന്നീട് തീർച്ചയായിട്ടും ചർച്ച ചെയ്തു വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം, ഈ മൗലവിമാർക്കും നിരീശ്വരവാദികൾക്കൊക്കെ ഉണ്ടായ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അതൊന്ന് ചർച്ച ചെയ്യാം. സ്തന്യം നൽകുക അല്ലെങ്കിൽ മുലപ്പാൽ നൽകുക എന്ന് പറഞ്ഞ ഈ വാക്യം കണ്ടപ്പോൾ അവർ ഒറ്റയടിക്ക് വിചാരിച്ചത് ഇത് നേരിട്ട് അങ്ങോട്ട് നൽകുക എന്നുള്ളതാണ് ഇവർ വിചാരിച്ചത്. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി ഇതെന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകാൻ. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. വലിയ തിങ്ക് ടാങ്ക് ഒന്നും ആണോന്നില്ല. സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പോലും പറയില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇത് പറയുന്നു. എന്തുകൊണ്ട്? ഈ ആയത്ത് അവതരിച്ചത് തന്നെ സ്വന്തം ദത്തുപുത്രന്മാരെ മക്കളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ അപ്പൊ അവിടെ പർദ്ദ ആചരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പർദ്ദയൊക്കെ ആചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് സ്വവസ്ത്രം പോലും നീക്കിക്കൊണ്ട് സ്തനങ്ങൾ
അവരുടെ മാറിടം തുറന്നിടുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവില്ല. അത് പ്രാഥമികമായി ഉള്ള ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മാത്രം, അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. നമുക്കൊരു നാടൻ ഉദാഹരണം പറയാം. ഒരു ആയുർവേദ ഡോക്ടർ ഏതെങ്കിലും ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ ഉള്ള പരിഹാരമായി നിങ്ങൾ സ്തന്യം നുകരുക അല്ലെങ്കിൽ മുലപ്പാൽ കുടിക്കുക, 5 മില്ലിയോ ഏതെങ്കിലും മില്ലി പറഞ്ഞു അങ്ങനെ നിങ്ങൾ കുടിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയോടാണ് ഈ സംഭവം പറഞ്ഞതെങ്കിൽ ആ വ്യക്തി പോയിട്ട് നേരിട്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളുടെ മാറിടത്തിൽ നിന്ന് നേരിട്ട് കുടിക്കാനാണോ ആ പറയുന്നത്? അത് പറയേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ആരോടാണ് ഈ പറയുന്നത് അത് ആ വ്യക്തി കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതുപോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട്, ഇതിങ്ങനെ നേരിട്ടാണെന്നാണല്ലോ ഇവർ ഒറ്റയടിക്ക് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോടെങ്ങാനും നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സ് നിങ്ങൾ പശുവിൻ പാൽ കുടിക്കണം എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ തന്നെയായിരിക്കും മനസ്സിലാക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിന്റെ ഒരു ചിത്രം കാണിക്കാം, ആ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം പറയുകയും ചെയ്യാം. ആ ചിത്രം ഇതാണ്. കാണുമ്പോൾ മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല. പശുവിന്റെ പാല് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചെയ്യാൻ പോകുന്ന സംഗതി ഒരു വേള ഇതായിരിക്കും. കാരണം ഇവർ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ആരോടാണ്, എവിടെയാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്ന സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമൺ സെൻസ് ഉപയോഗിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റും. ഇനി ഈ ചിത്രം എനിക്ക് അവിടുന്ന് കിട്ടിയെന്നല്ലേ, ഇത് ഞാൻ ഉൽപ്പാദിപ്പിച്ചതോ ഒന്നുമല്ല, ഇത് ഇവർ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവർ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ഇതൊരു സുന്നത്ത് നിഷേധി അയാളുടെ FB പോസ്റ്റിൽ ഇത് ഇട്ടതാണ്. അതും ഇതേ ഹദീസ് പറഞ്ഞുകൊണ്ട്. ഇത് യാദൃശ്ചികമായി എന്റെ കണ്ണിൽ പെടുകയും ഞാൻ അതിന് കമന്റ് എഴുതുകയും ചെയ്തു. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇങ്ങനെയാണ് നിങ്ങൾ ഹദീസുകളെ മനസ്സിലാക്കുന്നതും. ആയതുകൊണ്ട് ഇത് സെൽഫ് ട്രോൾ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് എഴുതി. ഞാൻ ഈ പിക്ചർ അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു. പക്ഷെ അയാളുടെ കമന്റ് പോസ്റ്റിന് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ എന്റെ ജോലി തിരക്കിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്കൊരു ബോധോദയം ഉണ്ടായി. ആ കമന്റും കൂടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ ചെന്നപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കാം. ആ പോസ്റ്റിൽ എഴുതിയ കമന്റ് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല, പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ സെൽഫ് ട്രോൾ ആണെന്ന് അവർക്ക് സ്വയം മനസ്സിലായി. അപ്പൊ ഇങ്ങനെ സെൽഫ് ട്രോളുകളും ഇത്തരത്തിലുള്ള കോമൺ സെൻസിന് വിരുദ്ധമായ സംഗതികളുമാണ് ഇവർ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കുക. എന്താണെങ്കിലും ഇവരുടെ അവസ്ഥ ഇതാണ്. ഇത് നമുക്ക് ഇവരെ അവരുടെ പാട്ടിന് വിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ അർലഈ, നീ മുലപ്പാൽ നൽകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇത് ഇദ്ദേഹം ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രവാചകന്റെ കാലം തൊട്ട് ഇന്നേ വരെയുള്ള, നമ്മൾ കഴിഞ്ഞ ഒരു 2 ക്ലാസ് മുമ്പുള്ളവർക്ക് പറഞ്ഞിരുന്നു, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ പാതയും കൂടെ പിൻപറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന ഖുർആനായത്ത് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ എന്താണ് ഇത് മനസ്സിലാക്കിയത്, പണ്ഡിതന്മാർ എന്താണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാമല്ലോ. ഇദ്ദേഹം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ നേരം എത്ര വലിയ വ്യാഖ്യാന ഫാക്ടറിയാ തുറന്നു വരുന്നത്. വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ ഏതൊക്കെ വിധത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളുടെ വിഷയം വരുമ്പോൾ ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ പൂർവ്വ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് എന്ന് പോലും നോക്കില്ല. അപ്പൊ പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ ഖാദി ഇയാദ്, ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു ഹജർ, ഇമാം നവവി തുടങ്ങിയുള്ള നിരവധി, ഇബ്നു സഅദ്, നിരവധി പണ്ഡിതന്മാർ ഇതെന്താണ് സംഭവം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1-2 കാര്യം പറയാം. ഖാദി ഇയാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, സഹ്ല ഹലബത് ലബനഹ ഫശറബ മിൻ. സഹ്ല അതൊരു പാത്രത്തിൽ ശേഖരിക്കുകയും അങ്ങനെ സാലിമിന് അത് നൽകുകയും ചെയ്തു. ഇബ്നു അബ്ദുൽ ബർ പറയുന്നു, ഐ യുഹ്ലബൽ ലബൻ വയുസ്ഖാ,
അങ്ങനെ അതൊരു പാത്രത്തിൽ ശേഖരിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു. ഇതൊന്നുകൂടെ വ്യക്തമായി ഇബ്നു സഅദ് പറയുന്നുണ്ട്, കാനത് സഹല തഹലബു ഫീ ഇനാഇൻ ഖദറ റദഅ ഫയശ്റബുഹു സാലിം ഫീ കുല്ലി യൗമത്തിൻ ഹത്താ മദത് 5 അയ്യാം. ഒരു പാത്രത്തിൽ എടുക്കുകയും അങ്ങനെ അത് ഓരോ ദിവസവും അത് സാലിമിന് നൽകുകയും അങ്ങനെ 5 ദിവസങ്ങൾ തുടർച്ചയായിട്ട് അത് നൽകി. പിന്നീട് ഇത് ഇബ്നു സഅദ് പിന്നീട് അത് വീണ്ടും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അത് പ്രവാചകന്റെ അടുത്ത് പോയി പറഞ്ഞതും പ്രവാചകൻ സന്തുഷ്ടനായതും ഈ സഹല സന്തുഷ്ടയായതും അതുപോലെ അബൂ ഹുദൈഫ സന്തുഷ്ടനായതും പിന്നീട് എല്ലാവിധ പർദ്ദകളും നീക്കിക്കൊണ്ട് അവർ പൂർവാധികം ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ് സാലിം എങ്ങനെയായിരുന്നോ ഇടപെട്ടുകൊണ്ടിരുന്നത്, അവർ പെരുമാറിക്കൊണ്ടിരുന്നത്, അതേ രൂപത്തിലേക്ക് തിരിച്ചു പോയതും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ നടന്നത്. അതൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനാണ് ഇപ്പോൾ നമ്മളോട് ഒരു നാടൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ അവശേഷിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്, 1-2 ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാകുന്ന കാര്യമാണോ? ഇന്ന് പ്രാക്ടിക്കലാണോ? അത് തന്നെയാണ് അവിടെ ആ പ്രശ്നം നടന്ന ആ മീറ്റിംഗിൽ വെച്ച് ആ സഹോദരൻ ചോദിച്ചതും. അത് വളരെ പ്രസക്തമാണ്. ഒന്നാമതായിട്ട്, ഇത് എല്ലാവർക്കും ബാധകമാകുന്ന കാര്യമേ അല്ല. സാലിം, സഹല, അബൂ ഹുദൈഫ ഈ ദമ്പതികാർക്ക് മാത്രം ബാധകമാകുന്ന, ഇവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക റുഖ്സയാണ് എന്നും ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞതാണ്. ഈ ടീമുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമാം മാലിക് തന്റെ മുവത്തയിൽ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് സാലിമിനുള്ള ഒരു റുഖ്സയാണ്, സാലിമിനുള്ള ഒരു ഇളവാണ്, സാലിമിനുള്ള ഒരു കൺസെഷനും ആനുകൂല്യവുമായിട്ടാണ് ഇത് പറഞ്ഞത് എന്ന് അവിടെ തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും അവശേഷിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് സാലിമിന് ഇങ്ങനെ ഒരു ഇളവും കൺസെഷനും ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതിനുള്ള മറുപടി, ഇത്തരം ഒരു ആയത്തിന്റെ അവതരണത്തിലൂടെ ഇതുപോലെ എഫക്റ്റ് ചെയ്ത മറ്റൊരു കുടുംബവും ലോകത്ത് അന്നുണ്ടായിട്ടില്ല, പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയുമില്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ആയത്തിന്റെ അവതരണം, ഈ ആയത്തിന്റെ ആശയത്തിൽ എഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു കുടുംബം അന്ന് വേറെ ഉണ്ടായിട്ടില്ല. അതിന് 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുമോ? ഇല്ലല്ലോ. 50 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവും? ഇല്ലല്ലോ. കാരണം എന്താ? ഇനി അങ്ങനെ സ്വന്തം മകനെ പോലെ ആരും മക്കളെ എടുത്ത് വളർത്തില്ല. കാരണം ആയത്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ 10 വർഷമോ 50 വർഷമോ 1000 വർഷമോ 1500 വർഷമോ ആയ ഇന്നൊന്നും ഇതില്ല. കാരണം ആയത്ത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ സ്വന്തം മകനെ പോലെ പോറ്റി വളർത്തിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലാതായി പോകുന്ന, അന്യനായി പോകുന്ന ഒരവസ്ഥ ഇനി സംജാതമാകാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി ഖിയാമത്ത് നാൾ വരെ ഇതുണ്ടാവുകയുമില്ല. അപ്പോൾ ഇത് കൃത്യമായി എഫക്റ്റ് ഉണ്ടായ ഒരേ ഒരു കുടുംബം സാലിമിന്റേതാണ്. അപ്പോൾ ഈ സാഹചര്യം ഒത്തുവരുന്നത് സഹല അബൂ ഹുദൈഫ ദമ്പതി കുടുംബത്തിന് മാത്രമാണ്. ആയതുകൊണ്ട് ഈ നിയമം അവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ആനുകൂല്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി വേറൊരു കാരണം കൂടിയുണ്ട്. ഈ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു പോകുന്ന വിഷയത്തിൽ മനസ്സിലാകായിക ഉണ്ടെങ്കിൽ ചോദ്യോത്തര സമയത്ത് ചോദിക്കണം. കാരണം അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചല്ലോ, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ മക്കളല്ല, അത് നിങ്ങളുടെ അധരവ്യായാമമാണ്. ഇനി അങ്ങനെ പറഞ്ഞു പോകരുത്. ആ സംഗതി നിഷേധിച്ചുകൊണ്ട് അതിനെ നിഷിദ്ധമാക്കിക്കൊണ്ടാണ് ആയത്ത് വരുന്നത്. അപ്പോൾ ഈ സംഗതി നേരിട്ട് എഫക്ട് ചെയ്ത ഏക കുടുംബം. അപ്പോൾ ആ കുടുംബത്തിന് പരിഹാരം കാണുകയും ചെയ്യണം. ആ കുടുംബത്തിനുള്ള പരിഹാരം എന്നുള്ള നിലക്കാണ് ഇത് പറയപ്പെട്ടത്. അതുപോലെ മറ്റൊരു സംഗതി, അപ്പോൾ അങ്ങനെ പരിഹാരം എന്നുള്ള നിലക്ക് ഉണ്ടാകാമോ? ഇനി മറ്റൊരു ന്യായം ഇതിനുള്ളത്, ഇതൊരു ട്രാൻസിഷണൽ പീരീഡാണ്, ഒരു പരിവർത്തന ദശയാണ്. അതായത് ഒരു നിയമത്തിൽ നിന്നും മറ്റൊരു നിയമത്തിലേക്ക് പരിവർത്തനം നടക്കുകയാണ്. ഈ ട്രാൻസിഷണൽ പീരീഡ് ഇസ്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത ഈ നിയമങ്ങളിൽ അതിന്റെ ട്രാൻസിഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ ചില ഇളവുകൾ നൽകപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഏവർക്കും അറിയും. ഞാൻ ഉദാഹരണം ഒട്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മദ്യത്തിന്റെ കാര്യം എടുത്തു നോക്കാം. 3 തവണയായിട്ടാണ് അതിന്റെ ആ ട്രാൻസിഷൻ നടന്നത്. 3 തവണകളിലായിട്ടാണ്. ആദ്യത്തെ ആയത്ത് തന്നെ എന്താണ്? മദ്യത്തിൽ
ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞു വച്ചു ഖുർആൻ. അപ്പൊ കുറച്ചാളുകൾ വിട്ടുനിന്നു. രണ്ടാമത്തേതിൽ പറഞ്ഞു വലാ തഖറബു സലാ വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിതരായിരിക്കെ നമസ്കാരത്തിലേക്ക് വരരുത്. അപ്പൊ അതുവരെ ചില സ്വഹാബികൾ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പും ചെയ്തിരുന്നു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. എന്ന് മാത്രമല്ല, ഒരു സഹാബി നമസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് തീരാതായ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ. അതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാണ്, ഒരു ട്രാൻസിഷണൽ പീരീഡിൽ ചില ഇളവുകൾ ഉണ്ടാകാം. അപ്പോൾ ഇളവുകൾക്കുള്ള 2 കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞ. ഈ കാരണങ്ങൾ വളരെ ജെനുവിനാണ്, വളരെ ലോജിക്കാണ്. ഈ ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരു ഇല്ലോജിക്കോ കോമൺ സെൻസ് ഇല്ലാത്ത വ്യാഖ്യാനമോ ഒന്നുമല്ല. ഇത് വളരെ ലോജിക്കായിട്ടുള്ള 2 വിശദീകരണങ്ങൾ നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഞാനീ പറയുന്നത്. ഇതൊന്നും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതല്ല. അപ്പോൾ അല്പം ഒന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്യമായ, വളരെ യുക്തി പൂർണമായ ഇതിന്റെ വിശദീകരണങ്ങൾ ഇവർക്കൊക്കെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇവരുടെ ഉദ്ദേശം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിക സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ ആ പ്രശ്നത്തിന്റെ വിടവിലൂടെ നൂണ്ടുകയറുകയും എന്നുള്ളതാണ്. ഇനി അവശേഷിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യം സാഹിബ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? ഈ മുലകുടിയുടെ പ്രായം 2 വയസ്സാണെന്ന്. ആദ്യത്തെ 2 വയസ്സാണ്. ഈ 2 വയസ്സിലാണ് ഇതിങ്ങനെ സ്തന്യപാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബന്ധം സ്ഥിരപ്പെടുകയുള്ളൂ എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ വയസ്സ് കഴിഞ്ഞു പോയില്ലേ? അതാണ് ഒരു ഇളവിന്റെ പ്രത്യേകത. എന്ത് കൺസെഷനും ഉണ്ടാകുമ്പോൾ അത്തരം ഇളവുണ്ടാകും. ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സ്തന്യപാനത്തിന്റെ വയസ്സ് 2 വയസ്സാണ് എന്ന് പറഞ്ഞതാണ് ഇന്ന് ബാധകം. അതാണ് മുസ്ലിങ്ങളുടെ നിയമം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ സ്റ്റേജും പേജും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെയോ അല്ല കാര്യം. അതാണ് ഇസ്ലാമിലെ നിയമം. അപ്പോൾ ഈ പറയപ്പെട്ടത് നിയമമല്ല, അത് പ്രാക്ടീസ് ചെയ്യേണ്ടതല്ല. എന്തുകൊണ്ട്? അത് സാലിമിന് മാത്രമുള്ള, ആ കുടുംബത്തിന് മാത്രമുള്ള ഒരു റുഖ്സയാണ്. അപ്പോൾ പിന്നെ ഇതും പേറി നടന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതോ? ആലോചിച്ച് നോക്കുക. ഖുർആൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഇത്തരം നിരർത്ഥകമായ അല്ലെങ്കിൽ അപ്രസക്തമായ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കുഴപ്പം. അത് കൊലയേക്കാൾ ഭീകരമാണെന്നാണ്. ഇത്തരം ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത് കൊലയേക്കാൾ ഭീകരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹുക്കുമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഈ കാരണം ഇന്നില്ല. ഈ കാരണം ഇന്നില്ലാത്തത് കൊണ്ട് ഈ കാര്യവും ഇല്ല. കാരണം എന്താണ്? ഇസ്ലാമിൽ അല്ലാതിരിക്കെ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ദത്തുപുത്ര സമ്പ്രദായം അനുവദിക്കുകയും അങ്ങനെ അനുവദിക്കപ്പെട്ട സമ്പ്രദായത്തിൽ ജീവിച്ചിരിക്കെ ഒരു സുപ്രഭാതത്തിൽ ആയത്ത് അവതരിച്ചുകൊണ്ട് ഈ ദത്തുപുത്ര സമ്പ്രദായത്തെ വിലക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന ഈ ഒരു കാരണം ഇന്നില്ലല്ലോ. ഇനി ഒരു വഹയും അവശേഷിക്കാനില്ല, ഇനി വഹി ഇറങ്ങാനുമില്ല. ഈ കാരണമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാര്യവും ഇല്ല എന്നുള്ളതാണ്. അഥവാ ഇനി ഈ സംഗതി പ്രസംഗിച്ച് നടന്ന സ്റ്റേജിലും പേജിലും ഒക്കെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വിഷയത്തെ ഈ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും അങ്ങനെ ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അല്പം നേരത്തെ നമുക്ക് നിർത്താം. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും പോയിന്റ്സിൽ അവ്യക്തതകൾ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം. അപ്പൊ ഈ സഹദമ്പതികൾക്ക് നിങ്ങൾ
സാറ് പറഞ്ഞല്ലോ പിന്നെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവർക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? അപ്പൊ ആ സമയം പാല് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പേലെ പാല് കൊടുക്കാൻ പറ്റും. അവര് പിന്നെ കുട്ടികളില്ലാത്തോണ്ട് ദത്തെടുത്തതല്ല, വേറെ കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഏജ് ഉണ്ടായിരുന്നു എന്നല്ലൊന്ന് ക്ലിയർ ആക്കി നന്നായിരുന്നു. ചോദ്യം ചോദിച്ച ഒരു സഹോദരിയാണെന്നാണ് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഡിസ്കണ്ടിന്യൂ ആകുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണിത്. ദത്തെടുത്തു എന്ന് പറയുമ്പോൾ അവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു എന്നൊരു ധ്വനി അതിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ പ്രവാചകൻ അവർക്ക് സ്തന്യം നൽകുക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അതൊന്ന് കൺഫേം ചെയ്യാമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് തന്നെ ചരിത്രത്തിൽ പറയുന്നത് മുഹമ്മദ് എന്നാണ്. ഓക്കെ, ഇനി മറ്റൊരു സംഗതി ഇതേ ഹദീസിൽ തന്നെ ഉള്ളത്, പ്രവാചകൻ അവരോട് അർലിഹി ഫതഹ്റുമി എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചത് മറുചോദ്യമാണ്. ഇദ്ദേഹം ചിലപ്പോ ഇനി ആരെങ്കിലും ചോദിക്കുമായിരിക്കും, അത് സാലിം വലിയ വ്യക്തിയാണല്ലോ എന്നാണ് പറഞ്ഞത്. സാലിം വലിയ വ്യക്തിയാണല്ലോ, ഞാൻ എങ്ങനെയാണ് മുലയൂട്ടുക എന്നാണ് ചോദിച്ചത്. സാധാരണ ഒറ്റയടിക്ക് ചോദിക്കുന്ന. അപ്പോൾ അവർ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം മറ്റു പലതും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ എനിക്ക് മുലയൂട്ടാൻ അല്ലെങ്കിൽ എനിക്ക് സ്തന്യം നൽകുവാൻ ഞാനിപ്പോൾ സ്തന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണല്ലോ ആദ്യമേ പറയേണ്ടത്. എനിക്കിപ്പോൾ സ്തന്യമില്ല, ഞാൻ എങ്ങനെ ചെയ്യാനാണ് എന്നാണല്ലോ പറയേണ്ടത്. പക്ഷെ അതല്ല ചോദിച്ചത്. സാലിം ഒരു വലിയ വ്യക്തിയാണല്ലോ. അങ്ങനെ ചോദിക്കാനുള്ള കാരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. സാലിം എന്നല്ല, ഇസ്ലാമിലെ നിയമം, ഇസ്ലാമിക സമൂഹത്തിന് ബാധകമായിരിക്കുന്ന നിയമം 2 വയസ്സിനുള്ളിലാണ്. എല്ലാവർക്കും ബാധകമായിരിക്കുന്ന നിയമം 2 വയസ്സിനുള്ളിലാണ്. അപ്പോൾ സാലിം ആണെങ്കിൽ വലിയ വ്യക്തിയായല്ലോ. അപ്പോൾ 2 വയസ്സിനുള്ളിൽ ആണ് എന്ന് കൃത്യമായി അവർക്കൊക്കെ ബോധ്യമുണ്ടായിരിക്കെ പിന്നെ സാലിമിന് എങ്ങനെയാകും? അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, എനിക്കറിയാം അദ്ദേഹം വലിയ വ്യക്തിയാണെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല, അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇളവാണ്. അപ്പോൾ ഈ ഇളവായിട്ട് പറഞ്ഞ സംഗതിയെ, ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞ സംഗതിയെ, ഇത് നമ്മളാരുമല്ല ചർച്ചയ്ക്ക് ഇടുന്ന, ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ചർച്ചയ്ക്ക് തന്നെ കാരണം അവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രിയാത്മകമോ പ്രൊഡക്റ്റീവോ അല്ലാത്ത തരത്തിലുള്ള ചർച്ചകളും സമയങ്ങളും, പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വ്യാപകമായതുകൊണ്ട് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്തേ ഒക്കൂ. അതിന്റെ എളിയ ശ്രമം എന്നുള്ള നിലക്കാണ് ഇതൊക്കെ നമ്മൾ നടത്തുന്നത്. ജലീൽ സാഹിബ്, ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. അതായത് ഇതേപോലെ യുക്തിവാദികൾ ഏറ്റുപിടിക്കുന്ന ഹദീസുകൾ ഇവിടെ ചർച്ച ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയവും സാഹചര്യവും ഒക്കെ അനുസരിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ 7ാമത്തേതാണ്. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സബ്ജക്റ്റിൽ നാം ഇത് 7ാമത്തെ മീറ്റാണ് ഇന്ന് നടക്കുന്നത്. അതേസമയം ഈ ടോപ്പിക്കിൽ 3ാമത്തേതുമാണ്. ഈ സബ്ജക്ട് ഇതിനു മുമ്പ് ഇല്യാസ് മൗലവി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ മീറ്റിൽ ഇല്യാസ് മൗലവി ഉണ്ടായിരുന്നു. 1ാമത്തെ മീറ്റിൽ ആബിദ് ലുത്ഫി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇല്യാസ് മൗലവി ഉണ്ടാവും, അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകും. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ജലീൽ സാഹിബേ, ഒരു കാര്യം ചോദിക്കട്ടെ? ഇല്യാസ് മൗലവി ചോദ്യം ചോദിക്കണ്ട, എന്തോ സംഗതി കമന്റ് പറഞ്ഞാൽ മതി. അതായത് ചോദ്യം എന്താന്ന് വെച്ചാലേ, അത് നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടേണ്ടി തന്നെയാണ്. അതായത് പിന്നെ എന്റെ അറിവില് ഇത്തരം വിഷയങ്ങള് ഇസ്ലാമിനെ വിമർശിക്കാനും മുസ്ലിങ്ങളെ അപഹസിക്കാനും വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കള്, യുക്തിവാദികള്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറി സംഘങ്ങള്, സിയോണിസ്റ്റുകള്, ഇവരൊക്കെയാണ് സാധാരണ ഇങ്ങനത്തെ ഒക്കെ എടുത്ത് ഉപയോഗിക്കല്. ഏത് വെബ്സൈറ്റ് സെർച്ച് ചെയ്താലും ഇസ്ലാമിനെ കളിയാക്കാൻ, ഇസ്ലാമിനെ മൊത്തം അടിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പണ്ടേ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ട് വികലമാക്കി അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഇസ്ലാമിനെ ഒരു അപമതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. ഈ അടുത്തായിട്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ വലിയ ആളുകളാണ്,
ഞങ്ങൾ ഖുർആൻ ശരിക്കും മനസ്സിലാക്കിയവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നവീനവാദികൾ ഇസ്ലാമിന്റെ ആളുകളായിട്ട് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അതേ വാദങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനെ വേണ്ടി സംസാരിക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യാണ്. എന്റെ ചോദ്യം ജലീൽ സാഹിബിന്റെ വായനയിലും പഠനത്തിലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇഖ്ലാസ് ഉള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വന്നതായിട്ട് താങ്കളുടെ അറിവിലുണ്ടോ? മൗലവി ആദ്യം പറഞ്ഞ സംഗതി വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് കേട്ടോ. ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ഓറിയന്റലിസ്റ്റുകൾ പടച്ചുവിട്ട അതേ ശ്രമങ്ങളുടെ കോപ്പി പേസ്റ്റ് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ ഈ പുറത്തേക്ക് വരുന്ന നവീനവാദികൾ. അത് പെരേണിയലിസ്റ്റുകളാകട്ടെ, സുന്നത്ത് റിജക്ഷനിലൂടെ ഖുർആൻ റിജക്റ്റേഴ്സ് ആയി തീർന്ന ആളുകളാകട്ടെ, ആരാണെങ്കിലും അവരൊക്കെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ്. ഇത് ഇവരുടെ സ്വയം കണ്ടെത്തലൊന്നുമില്ല. പിന്നെ ഇല്യാസ് മൗലവിയുടെ ചോദ്യം, ഇന്നേ വരെ ഇസ്ലാമിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരാളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നതായിട്ട് കണ്ടിട്ടില്ല. അത് ഈ സുന്നത്ത് നിഷേധികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവ്വമത സത്യവാദികൾ മാത്രമാണ് ഇങ്ങനെ എന്റെ അറിവിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നേരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പിന്നെ ഈ അടുത്ത് ഈജിപ്തില് ഒരു ഓഫീസിൽ ഇരിക്കുന്ന മാനേജർക്കും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും അത് മഹറമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്ക് ഒന്നിച്ച് റൂമിലിരിക്കാൻ പാടില്ല. അത്തരം പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു മസല വന്നിരുന്നു. ആ മസലയില് അതിനവിടുന്ന് കിട്ടിയ ഒരു ഫത്വ, ആ സ്റ്റെനോയുടെ മുല കുടിച്ചാൽ മതി, എന്നാൽ ആ മാനേജർക്ക് അവിടെ ഇരിക്കാം എന്നാ. അതെ, അങ്ങനെ ചില വിവരക്കേടുകൾ ഈജിപ്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്ലാമുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇത് മാത്രമല്ല, ഈജിപ്തിൽ നിന്നും കള്ള് കുടിക്കാം എന്നൊരു ഫത്വ ഉണ്ടായിട്ടുണ്ട്. അല്പമൊക്കെ കുടിക്കാം. അപ്പൊ പിന്നെ ഇങ്ങനെ പറയുന്നതൊന്നും ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർവ്വകാലക്കാരായ പണ്ഡിതന്മാർ സവിസ്തരം ചർച്ച ചെയ്തതിന്റെ ഇബാറത്തുകൾ കിതാബിൽ നിന്ന് ഞാൻ കേൾപ്പിച്ചു. കാരണം ഈ അറബിയൊക്കെ കേൾപ്പിച്ച് സമയം കളയേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഖുർആനിന്റെ ക്രോഡീകരണ ചരിത്രം പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഒരു അറബി ഇബാറത്തും പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു സഹോദരൻ അതിനെ വിമർശിച്ചപ്പോൾ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്, അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം പറഞ്ഞു, ഇത് ജലീൽ സാഹിബിന്റെ ഫീൽഡ് അല്ല, അദ്ദേഹത്തിന്റെ ഫീൽഡ് ഒപ്റ്റോമെട്രി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ അറിയും എനിക്ക്, പക്ഷെ അതൊക്കെ പറഞ്ഞ് ടൈം കളയണ്ടല്ലോ, ഈ അറബിയിൽ ഇത് വലിച്ചു നീട്ടി പറഞ്ഞിട്ട് ടൈം കളയണ്ടല്ലോ എന്നോർത്താണ് അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടത്. അതല്ലാതെ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചില ഇബാറത്തുകളൊക്കെ വായിച്ചത്. മുൻകാല പണ്ഡിതന്മാർ ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ വളരെ വിചിത്രമായ പല സംഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷെ ഇസ്ലാമുമായി അതിനൊന്നും ബന്ധമില്ല. ജലീൽ സാഹിബ്, പിന്നെ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഈ ചാറ്റ് ബോക്സിൽ ഇത് സംബന്ധമായ ഒരു കമന്റ് ഈ സഹോദരൻ സലീം CH ഇട്ടിട്ടുണ്ട്. ഇത് അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസിന്റെ ഹെഡായ ഡോക്ടർ ഇസ്സത്ത് ആത്തിയാണ് ഈ നേരത്തെ സഹോദരൻ ചോദിച്ച കമന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് തൊഴിൽ മേഖലയില് ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആളല്ല, അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹദീസിന്റെ ഹെഡാണ്. അപ്പൊ അത് ഏതാണ് ശരി എന്നൊരു സംശയം ഉണ്ടാക്കില്ലേ? അസ്ഹറിലെ ജലീൽ സാഹിബേ, ഈ അസ്ഹറിന്റെ ബാങ്ക് പലിശ 100% ഹലാലാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് അസ്ഹർ യൂണിവേഴ്സിറ്റി ഈ ബാങ്ക് പലിശ ഹലാലാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിന്റെ പേരൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരാണ് ഹലാലാക്കിയത്? അവിടുത്തെ ആള് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ കുറെ സംഗതികളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പറഞ്ഞത് ആ വ്യക്തിക്കെന്നല്ല, ഈ പറഞ്ഞ ഫത്വ ആശയതലത്തിൽ ഇസ്ലാമുമായി ബന്ധമില്ല. ആര് പറഞ്ഞാലും ബന്ധമില്ലല്ലോ. അത് ആരാകട്ടെ, ആര് പറഞ്ഞാലും കള്ളുകൂടി ഹലാലാക്കുന്നത് ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സ്ത്രീയുടെ എങ്ങനെയാണത് ഈ പറഞ്ഞ, അതായത് ഇപ്പൊ ഇന്ന് ഇവിടെ വിശദീകരിച്ച സംഗതി സാലിം, അങ്ങനെ ഒരു കുടുംബം അന്ന് വേറെ ഇല്ല. അതിന് 5 വർഷങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഇനി ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാകാനില്ല. എന്നാൽ ഇത് വളരെ കൃത്യവും വളരെ ലോജിക്കുള്ളതുമായിട്ടുള്ള ഒരു സംഗതി ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അതേ സമയത്ത് ആർക്കെങ്കിലും
അതിന് തത്തുല്യമായ മറ്റെന്തെങ്കിലും സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാം. അതിനുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. പക്ഷെ ആരോ എന്തോ അവിടെ ചോദിച്ചിരുന്നു. മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഒരു ചോദ്യം ചോദിക്കട്ടെ സാഹിബ്. സാലിമിന്റെ സമാനമായത് ഇനി ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇങ്ങനെ ദത്തുപുത്രനെ വളർത്തുന്ന ഒരു കുടുംബം പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു ഇളവ് അനുവദിക്കുന്നതിന് എന്താവും തെറ്റ്? വെരി ഗുഡ്. അതാണ് അതായത് ഇപ്പൊ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇനി പിന്നീട് ഈ ചോദ്യം കഴിയിട്ട് പറയാമെന്ന് പറഞ്ഞ ചോദ്യമാണ്. അള്ളാഹു എങ്ങനെയാണ് വിഷയങ്ങളെ എന്നാണ് കണക്ട് ചെയ്യുന്നത് നോക്കുക. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വെച്ച വിഷയം. അത് അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ആയി വന്നു. എന്നാൽ ഒന്ന് കേൾക്കുക. ഇതാണ് തത്തുല്യമായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ ഈ ഹദീസൊക്കെ ഒറ്റയടിക്ക് തള്ളുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ ഈ ഭാരതത്തിൽ ഒരു ഹൈന്ദവ സമൂഹം, അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. അവർ ഒരു കുട്ടിയെ ദത്തെടുത്തു, സ്വന്തം പുത്രനായി വളർത്തി, ആ കുട്ടി വലിയതായി പ്രായപൂർത്തിയായി 25 വയസ്സെത്തി എന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യാം? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഈ കുട്ടി അന്യകുട്ടിയാവും. ഈ കുട്ടി അവരുടെ കുട്ടി അല്ലാതാകും. അപ്പോൾ പിന്നെ അത്തരം ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു നിയമമായിട്ടും ഇതിനെ ഉപയോഗപ്പെടും. ഇങ്ങനെ ലോജിക്കലി നമ്മൾ ഇതിനെയൊക്കെ അപ്രോച്ച് ചെയ്യണം. അത്തരം ഒരു സാഹചര്യത്തിൽ അപ്പോൾ ആ സ്ത്രീക്ക് എന്താണെങ്കിലും കുറച്ച് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്തന്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല. എങ്കിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആ സ്ത്രീയുടെ അനുജത്തിമാരോ ജ്യേഷ്ഠത്തിമാരോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രക്തബന്ധത്തിലുള്ള ആരുടെയെങ്കിലും സ്ത്രീകളുടെ, അതായത് ഇവരുടെ ഇത്തരത്തിൽ മഹറമാകുന്ന വിധത്തിലുള്ള ആരെങ്കിലും നിന്നും ഇത്തരം സ്തന്യം നൽകിക്കൊണ്ട് ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇങ്ങനെ ലോജിക്കലി അപ്രോച്ച് ചെയ്താൽ പല വിഷയങ്ങളും നമുക്ക് ഈ ഹദീസുകളിൽ നിന്നൊക്കെ കണ്ടെത്താൻ കഴിയും. ഇതാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ വളരെ ലോജിക്കലായിട്ട് ഇത് ഇവിടെ വിശദീകരിച്ചു. ജലീൽ സാഹിബ് വളരെ ലോജിക്കലായിട്ട് അത് അബ്ദുൽ സമദാണ്. അതെ 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 വളരെ ലോജിക്കലായിട്ട് അതിന്റെ ലിങ്കുകളൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചു. അത് സമ്മതിക്കുന്നു. പക്ഷെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് പ്രവർത്തിച്ചിരുന്നുവെന്നും മറ്റുള്ള മറ്റു പ്രവാചകന്റെ മറ്റു പത്നിമാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു തെളിവായിട്ടെടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസുകളെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ ഈ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ബന്ധങ്ങളും ഫത്വകളും ഇതായിട്ട് കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കണമല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അബ്ദുൽ സമദ് സാഹിബിനെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം നമ്മുടെ ഈ ആംഗിളിൽ നിന്നും നേരെ 180 ഡിഗ്രി വ്യത്യാസമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. സമദ് സാഹിബ് മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല. അദ്ദേഹം സുന്നത്തുകളെ പ്രമാണമായി കാണാത്ത വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാം. വളരെ മുമ്പ് തന്നെ, ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ ചില വാദങ്ങളൊക്കെ വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ആരെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നത്, അദ്ദേഹം തന്നെ ചോദിച്ചു. മാഷാ അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഇത് വളരെ ശരിയാണ്. നമ്മൾ ഹദീസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇത്തരത്തിൽ അവര് ചെയ്തു എന്നല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. അവര് തന്റെ സഹോദരിമാരോട്, ഇപ്പോൾ ഇവിടെ തൊട്ടു മുമ്പ് വിശദീകരിച്ചിരുന്ന പോലെ, തന്റെ അടുക്കൽ കയറാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്റെ സഹോദരിമാരോട് അവർക്ക് സ്തന്യം നൽകാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ്, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഈ സംഗതിയെ പണ്ഡിതന്മാർ കണ്ടിരിക്കുന്നത് 2 വിധത്തിലാണ്. ഇവിടെ സമദ് സാഹിബ് സൂചിപ്പിച്ച പോലെ തന്നെ ബാക്കിയുള്ള ഭാര്യമാരൊക്കെയും അതുപോലെ സഹാബാക്കളൊക്കെയും അതിന് വിരുദ്ധമായിരുന്നു. അത് ഇമാം മാലിക് തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഈ ഭാര്യമാര് തന്നെ പറഞ്ഞത്, ഇന്നാ നറാ റുഖ്സത്തൻ ലിസാലിം, ഇത് സാലിമിനുള്ള ഒരു റുഖ്സയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്ന് മറ്റുള്ള ഭാര്യമാരും സഹാബാക്കളും ഒന്നിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ ഒരു ഇജ്തിഹാദാണ്. സാലിമിന്റെ ഹദീസ് വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ ഒരു ഇജ്തിഹാദാണ്. അങ്ങനെ ഇജ്തിഹാദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്കുണ്ട്?
സ്വഹാബിയത്തായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. പക്ഷെ ആ ഇജ്തിഹാദിൽ പിഴവുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായിട്ട് പറഞ്ഞത്. ആ ഇജ്തിഹാദിൽ പിഴവുണ്ട്. പിഴവുണ്ടെങ്കിൽ പോലും സമദ് സാഹിബെ കുഴപ്പമില്ല. കാരണം എന്താണ്? ഇജ്തിഹാദ്, ഗവേഷണം എപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇനി ഒരു ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചാൽ പോലും അതിന് പ്രതിഫലമുണ്ട്. ഇനി പിഴവ് സംഭവിച്ചില്ല എങ്കിലോ 2 പ്രതിഫലമുണ്ട്. ഒരാൾ ഇജ്തിഹാദ് ചെയ്തു എന്നുള്ളതിന് പ്രതിഫലം, അതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു നെത്തീജയിൽ, ഒരു റിസൾട്ടിൽ എത്തി എന്നുള്ളതിന് മറ്റൊരു പ്രതിഫലം. ഇങ്ങനെ പ്രതിഫലവുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മറുപടി ഇതാണ്. ആ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം റഅയുൻ ഷാദ് എന്നാണ് പറയുക. ഷാദായ അഭിപ്രായം, ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. അത് പരിഗണനീയമല്ല. ഇസ്ലാമിക ലോകം അതിനെ റിജക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഇന്നത്തെ ലോകം മാത്രമല്ല, അന്നത്തെ ലോകവും സഹാബാക്കളും റിജക്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അഭിപ്രായം ഉണ്ടാകാമോ? കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ സഹാബികൾക്ക്, മറ്റു പല സഹാബികൾക്കും ഇങ്ങനെ പല വിഷയത്തിലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒറ്റപ്പെട്ട അഭിപ്രായം എന്താവൂല? അത് സ്വീകാര്യമാകില്ല. അവിടെ സഹാബാക്കളുടെ ഇജ്മാ ഉണ്ടെങ്കിൽ ആ ഇജ്മാ ആയിരിക്കും അവിടെ പരിഗണനീയം. മനസ്സിലായില്ലേ? ഇതൊന്ന്. ഇനി രണ്ടാമത്തെ മറ്റൊരു വിശദീകരണം പണ്ഡിതന്മാരുടെ, ഇത് കൃത്യമായി മനസ്സിലാക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിശദീകരണവും അങ്ങനെ ഹദീസുകളിൽ റിപ്പോർട്ടുമുണ്ട്. ഇബ്നു ഹിബ്ബാനും അതുപോലെ തിർമിദിയും ഒക്കെ. ഇബ്നു ഹിബ്ബാൻ പിന്നെ തിർമിദിയുടെ കൃത്യമായി ഓർക്കുന്നില്ല, എന്തായാലും ഇബ്നു ഹിബ്ബാനിലുണ്ട്. ഇങ്ങനെ ആയിഷ ഇത് വലിയ ആളുകൾക്ക് കൊടുക്കാനല്ല ഈ പറഞ്ഞത്. ഏതെങ്കിലും ചില കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ട് എന്ന് ആയിഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുട്ടികളെ വിളിച്ചുകൊണ്ട് തന്റെ സഹോദരിമാരോട് പറയും, ഇവർക്ക് കൂടി നിങ്ങൾ മുലയൂട്ടുക, സ്തന്യം നൽകുക. കാരണം എന്താണ്? ഇവർക്ക് നല്ല ഭാവി ഉണ്ടെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. ഇവർ വലുതാകുമ്പോൾ എന്റെ അടുക്കൽ യാതൊരു തടസ്സവുമില്ലാതെ വരികയും അങ്ങനെ എനിക്ക് ഇസ്ലാം ദീൻ അവർക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യണം. ആയതുകൊണ്ടുകൂടി ഇങ്ങനെ 2 വിശദീകരണമുണ്ട്. അപ്പൊ ഈ 2 വിശദീകരണവും കൂടെ സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് നാം ഈ വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ ആയിഷയുടെ വിഷയം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും അപ്പൊ ആയിഷ അങ്ങനെ ഒരു ഒപ്പീനിയൻ ആയിഷക്ക് ഉണ്ടായിരുന്നു. ആ ഒപ്പീനിയൻ സഹാബത്തിന്റെ ഇജ്മാഇനെതിരായിരുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇജ്മാ ആണ്. ഇനി ഇപ്പറഞ്ഞ വിശദീകരണം, അതായത് ചെറിയ കുട്ടികൾക്ക് തന്നെയാണ് ആയിഷ കൊടുക്കാൻ പറഞ്ഞത്, അത് അവർ വലുതാകുമ്പോൾ ഇവരുടെ അടുത്ത് പ്രവേശിക്കാൻ എന്ന വിശദീകരണവും ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അനുസരിച്ചും ഉണ്ട് എന്നുകൂടെ ആണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും സമദ് സാഹിബിന്റെ ശബ്ദം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞതിലും അദ്ദേഹവും ഈ സംഗതി കൃത്യമായി ചോദിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. വലൈക്കും സലാം. പിന്നെ ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ആണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നല്ല ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ആ സന്ദർഭത്തിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നലെ വരെ എന്റെ മകനായി പരിഗണിച്ച ഒരു കുട്ടിയെ ഇന്ന് മുതൽ ഇറക്കി വിടണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായും ആ ഉമ്മക്ക് പരാതി പറയാനുള്ളത്, പ്രയാസം പറയാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താ. അപ്പൊ അവര് അത് വന്നു പറഞ്ഞു. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു ഉപാധി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഏറ്റവും ഉന്നതമായ ഒരു മാനവിക തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇതിന് മറ്റൊരു അനുബന്ധവും ആവശ്യമില്ലാത്ത വിധം അദ്ദേഹം ഡോക്ടർ അല്ല, ഞാൻ ഇതിനോട് തുടർന്ന് തന്നെ പറയാനുള്ളത്, ഈ ഹദീസ് പോലും ചിലപ്പോ വഹീന്റെ അടിസ്ഥാനത്തിലാവില്ലേ എന്നുള്ള ആകാം. കാരണം അത് നമ്മള് അബ്ദുള്ള സാഹിബ് നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ സുന്നത്തിന്റെ പ്രാമാണികത പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നല്ലോ. സുന്നത്ത് അല്ലെങ്കിൽ ഹദീസുകൾ, അതായത് പ്രവാചകന്റെ വാക്കുകൾ ചിലപ്പോൾ സമദ് സാഹിബിനെ ഇപ്പൊ കണ്ടു കുറെ കാലമായിട്ട്, മാഷാ അല്ലാഹ് ക്ഷീണമുള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന അബ്ദുള്ള സാഹിബ് എന്താണ് ഇപ്പൊ പറഞ്ഞു വന്നത്? അതിന്റെ ഇടയ്ക്ക് സമദ് സാഹിബിനെ കണ്ടു മാറിപ്പോയി. അതെ അതെ. അപ്പൊ സുന്നത്തിൽ വഹിയുള്ളതും ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ ഖിബിലയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതാണ് വിഷയം. അപ്പൊ വഹിയും ആകാം, ആകാതെയും ഇരിക്കാം. ആണെന്ന് നമുക്ക് തീർത്ത് പറയാനുള്ള തെളിവുകളില്ല. ഏതായിരുന്നാലും ജലീൽ സാഹിബിന്റെ വിശദീകരണം കേട്ടപ്പോ പിന്നെ മുസ്ലിങ്ങളായ ആളുകൾ ഒരു ഹദീസ് കാണുമ്പോ നന്ന ചുരുങ്ങിയത് ഇസ്ലാമിന്റെ ഭാഗത്തുള്ള ആളുകൾ അതിനെ എന്താണ് വിശദീകരിച്ചത്, ഏതെല്ലാം തലങ്ങളിലാണ് അതിനെ കണ്ടത് എന്ന് പോലും പരിശോധിക്കാതെ ഈ ഇസ്ലാം വിരുദ്ധരും യുക്തിവാദികളും
ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതാണ് ശരി എന്ന വട്ടൽ ഓരോ ഹദീസിനെയും ആയത്തിനെയൊക്കെ കാണാൻ പോകുന്ന ആളുകളുടെ കഥ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഏതായാലും ജലീൽ സാഹിബ് അള്ളാഹു വളരെ അനുഗ്രഹിക്കട്ടെ. താങ്കളുടെ ഈ വിശദീകരണവും അതിനുവേണ്ടി താങ്കൾ പഠിച്ചുണ്ടാക്കിയതൊക്കെ തീർച്ചയായും വിലമതിക്കാവുന്നത് തന്നെയാണ്. ബറക്കല്ലാഹു ഫീക്. ഇസ്മായിൽ സാഹിബ് ആണോ അതോ ശംസുദ്ദീൻ നദ്വിയോ? ജലീൽ സാഹിബ് അല്ല, ഇതുപോലെ ആ പല്ലിയെ മുന്നേ എനിക്ക് അറിയില്ല വിശദീകരിച്ചോന്ന്. പല്ലിയെ കൊല്ലുന്ന ഒരു ഹദീസ് ഇവര് പ്രചരിപ്പിക്കുന്നത്, അത് മുന്നേ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ തന്നെ ക്ലിപ്പിങ്ങുകളോട് കൂടിയിട്ട് നമുക്ക് ഇനി വരുന്ന ആഴ്ചകളിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പല്ലി മാത്രമല്ല, ഇവിടെ ഇവർ പറയുന്ന മുഴുവൻ ഹദീസുകളും നമ്മൾ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കും ഇൻഷാ അല്ലാഹ്, ഓരോന്നും ഇൻഷാ അല്ലാഹ്. സാഹിബ് ആരാ? ഇസ്മായിൽ സാഹിബാണ് വിളിക്കുന്നത്. ഹലോ, അതെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു ഇതുപോലെ തന്നെ ഒരു ഹദീസില്ലേ, രണ്ട് മുലകുടി പാല് മാത്രം കുടിക്കുന്ന പ്രായത്തിൽ മുല കുടിക്കണം എന്ന് പറയുന്ന, അല്ല, മുലകുടി ബന്ധം ഉണ്ടാവണമെങ്കിൽ പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ അത് ആയാലേ മുലകുടി ബന്ധമാവുള്ളൂ എന്ന് പറയുന്ന ഒരു ഹദീസ് വേറെ ഇല്ലേ? ഉണ്ട്. വെരി ഗുഡ്. ഈ ചോദ്യം ഇപ്പോ ഈ നവാസ് ടി പി, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളെ അറിയും, പക്ഷെ പലരെയും അറിയില്ല. അപ്പൊ നവാസ് ടി പി ചോദിച്ചത് വളരെ പ്രസക്തമാണ്. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇപ്പൊ സമദ് സാഹിബ് ചോദിച്ചപ്പോ ഒരു വിശദീകരണം പറഞ്ഞില്ലേ, രണ്ടാമതായിട്ട് പറഞ്ഞ വിശദീകരണം. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞത് ചെറിയ കുട്ടികൾക്ക്, ഭാവിയുള്ള ചെറിയ കുട്ടികൾക്ക് കൊടുക്കാനാണ് എന്ന് ഇബ്നു ഹിബ്ബാന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ, ഈ പറഞ്ഞ ഹദീസ്, അതായത് 2 വയസ്സിനുള്ളിൽ മുല കുടിച്ചാലാണ് സ്തന്യപാന ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ എന്നുള്ള ഹദീസുകളും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ആ രണ്ടാമത്തെ വിശദീകരണത്തിന് വീണ്ടും പിൻബലമാകുകയാണ്. നവാസ് സാഹിബിന് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രവാചകൻ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു സമയത്ത് ഒരു പുരുഷനായിട്ട് അടുത്തിരിക്കുന്നത് കാണുമ്പോ പ്രവാചകൻ ചോദിക്കുകയാണ് ചെയ്തത് ഇതാരാണെന്ന്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതെന്റെ സഹോദരനാണ്, മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെന്ന്. അപ്പോ പ്രവാചകൻ പറയുന്നതാണ്, അത് നിങ്ങള് പാല് മാത്രം കുടിക്കുന്ന ശിശുപ്രായത്തിൽ മുല കുടിച്ചെങ്കിൽ മാത്രമേ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയുള്ളൂ എന്ന് ആ സമയത്താണ് പ്രവാചകന്റെ ഇത്. അപ്പൊ ഏതായാലും ആ സമയത്ത്, അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് ഒരായത്ത് ഇറങ്ങിയതിൽ പിന്നെയാണ് അത് മാറ്റിയതെങ്കിൽ എന്തായാലും ഈ കാലഘട്ടം ഇതേതായാലും ഒരു വലിയ പുരുഷനാണെന്നുള്ളത് ഉറപ്പാണല്ലോ അടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും ആ കിടത്തിയിൽ തന്നെ പെടൂല. അപ്പൊ അവിടെ അത് മറ്റേ സാബിയുടെ പേര് പറഞ്ഞു അത് അവർക്ക് മാത്രം ആവുള്ളൂ എന്ന് പറയണതിൽ എന്താ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് മാത്രമുള്ള ഇത് പ്രവാചകന്റെ ഇതിലേക്ക് വന്നപ്പോ അത് വ്യത്യാസം വന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, ഈ ഹദീസില് അങ്ങനെയല്ല. ഈ ഹദീസിൽ പറയുന്നത് അതിന്റെ കൃത്യമായ കാലഗണനയും അതിന്റെ കൃത്യമായ സാഹചര്യവുമാണ്. അതായത് 2 വയസ്സിനുള്ളിൽ ഒരു കുട്ടി മുല കുടിച്ചിരിക്കണം. അതും മുലകുടി ബന്ധം നിർത്തുന്നതിന് മുമ്പ്. അതായത് ഇപ്പൊ 1.5 വയസ്സായപ്പോൾ ഒരു കുട്ടിയുടെ സ്തന്യപാനം നിർത്തി, സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ കുട്ടി മറ്റുള്ള, ഇപ്പൊ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറുക്കുകളും അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സും മറ്റൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഒരു 1.25 വയസ്സായപ്പോൾ മറ്റൊരാളുടെ സ്തന്യം നൽകി കഴിഞ്ഞാൽ ഇത് 2 വയസ്സിനുള്ളിലാണെങ്കിൽ പോലും അത് സ്തന്യപാന ബന്ധമായി കണക്ക് കൂട്ടില്ല. എന്തുകൊണ്ട്? ഈ സ്തന്യപാനം നിർത്തുന്നതിന് മുമ്പ് ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതായത് സ്തന്യത്തിലൂടെ മാത്രം, ഈ സ്തന്യം ആ കുട്ടിയുടെ ശാരീരിക വളർച്ചയിൽ മുഖ്യമായി സ്വാധീനം ചെലുത്തുന്ന കാലത്തായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ അറിഞ്ഞിട്ട് വേണം അവർ സ്തന്യപാനത്തിലൂടെ ഉള്ളതാണോ, ഏത് പ്രായത്തിലാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് പ്രവാചകൻ അവിടെ പറഞ്ഞത്. അതല്ലാതെ അവര് വലിയ ആളായതിനു ശേഷം ഈ സ്തന്യപാനം സ്ഥാപിതമായി എന്നല്ല. പിന്നെ നവാസ് സാഹിബിന്റെ ചോദ്യത്തിന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് മറ്റൊരു ഹദീസ് ഉണ്ട്. ഇതുപോലെ അതിനുശേഷം മറ്റൊരാള് ഈ ആയിഷയുടെ അടുത്ത് വന്നപ്പോൾ ആയിഷ അത് റിജക്ട് ചെയ്തതായിട്ടും ഹദീസ് ഉണ്ട്. എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല. താങ്കൾ ഇങ്ങനെ കൃത്യമായ പ്രായത്തിലാണ്
ഇങ്ങനെ സഹോദരിയുടെ സ്തന്യം നുകർന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസുമുണ്ട് ആയിഷയുടെ. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഹദീസാണ് സാഹിബ് അല്ലെങ്കിൽ നവാസ് സഹോദരൻ കോട്ട് ചെയ്തത് എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ മറ്റതുമായി കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ഏത് സമദ് സാഹിബ് ചോദിച്ചതുമായി കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതെ, ഇനി വേറെ 2 മീറ്റിങ്ങുകളോടെ ഒരു ഇത് പറയാണ്ടായിരുന്നു. അൽഹംദുലില്ലാ എന്ന് കേട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കേട്ടത് ഏറ്റവും ഉത്തമമായ ഇതായിട്ട് കിട്ടി. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു സംശയം ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവി കൊണ്ടുപോയത് ഈ ഇതില് തന്നെ മുരുവടി പ്രായത്തില് 2 വയസ്സിന് മുൻപ് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു വർത്താനം കേൾക്കുന്നു, 2 വയസ്സിന് ശേഷമാണ് റസൂലുള്ളാഹിനെ കൊണ്ടുപോയതെന്നും 6 വയസ്സ് വരെ മുല്ല വീട്ടി എന്ന് പറയുന്നത്. അതങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതെ, ഞാൻ പഠിച്ചിട്ടുള്ള തന്നെയാണ്. അത് ഇനി അങ്ങനെയാണെങ്കിൽ പോലും അന്നത്തെ അറബികളുടെ നിയമം അനുസരിച്ചിട്ട് അത് ഓക്കെയാണ്. പക്ഷെ ഇസ്ലാമിന്റെ നിയമവും ഇസ്ലാം അവതരിക്കുകയും ഇസ്ലാം അവതരിച്ചതിന് ശേഷമാണ് വൽ വാലിദാത്തു യുർലഇന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ റദാ എന്നുള്ള നിയമം വരുന്നത്. അപ്പൊ ആ നിയമം വരുന്നതിന് മുമ്പ് പലതും ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ 3 വയസ്സ് വരെ ഉണ്ടാകാം, 4 വയസ്സ് വരെ ഉണ്ടാകാം, 6 വയസ്സ് വരെ ഉണ്ടാകാം, എന്നിട്ട് മാതാവായി കണക്കൂട്ടുന്നുണ്ടാകാം. അപ്പൊ അത് ബാധകമല്ല. അപ്പൊ ഇസ്ലാമിന് മുമ്പ് തന്നെയാണല്ലോ ഇവർ ഈ കുട്ടിയെ, അതായത് സ്വപുത്രനായി കണക്കൂട്ടിയിരുന്നത്. അപ്പൊ അത് പുത്രനായി തന്നെ ഇസ്ലാമും കണ്ടു. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന പല നിയമങ്ങളും ഇസ്ലാം ഒറ്റയടിക്ക് മാറ്റിയിട്ടില്ല, ചിലത് അങ്ങനെ തന്നെ തുടർന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ദത്തുപുത്രനെയും അതുപോലെ പുത്രനായി കണ്ടുകൊണ്ടിരുന്നു. അതിനൊരു ആയത്ത് അവതരിച്ചു. അതുപോലെ മുലകുടി ബന്ധത്തെ സ്ഥാപിതമാകുന്നതിന് കൃത്യമായിട്ടുള്ള വർഷം നിശ്ചയിച്ചു. ഈ വർഷം ഇവിടെ ആയത്തിൽ മാത്രമല്ല കേട്ടോ, സമയത്തിന്റെ പരിമിതി മൂലം പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹദീസുകൾ നിരവധിയുണ്ട്. ഇന്നമർ റദാ മിനൽ മജാ തുടങ്ങിയ സംഗതികളൊക്കെ. അപ്പൊ ഇത് ഇസ്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ കൊണ്ടുവന്ന നിയമവും ലിമിറ്റുമാണ് ഈ പറഞ്ഞത്. അതിനു മുമ്പുള്ളത് ബാധകമല്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് വിഷയം. അതിന് ഏത് വയസ്സിലായാലും ആ സംഗതി ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് അതുവരെ. അൽഹംദുലില്ലാ. ജസാക്കല്ലാഹു ഖൈറൻ. ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ. നമുക്ക് അവസാനിപ്പിക്കാം ജലീൽ സാഹിബ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശരി, എന്നാൽ ആയിക്കോട്ടെ. ഈ ഒരു ഹദീസ് ഇസ്ലാമിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു ഹദീസാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ കൃത്യമായി ഈ ഹദീസിന്റെ സാഹചര്യം എന്താണെന്നും ആശയം എന്താണെന്നും വ്യക്തമായി കഴിഞ്ഞു. ഈ വിഷയം അവതരിപ്പിച്ച ജലീൽ സാഹിബിന് അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും അടുത്ത പരിപാടികളിലും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. തങ്ങളുടെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും ഒക്കെ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം. അള്ളാഹു നമ്മുടെ ഈ ശ്രമങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് പ്രവർത്തനമായി അള്ളാഹു ഈ ശ്രമങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബറകല്ലാഹു ഫീക്കും.